ഇന്നത്തെ നമ്മുടെ യാത്ര തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഇന്നാണ് മാടായിക്കാവ് കലശം. ഈ യാത്രയിൽ രണ്ട് സ്റ്റോറീസാണ് കേട്ടോ അറിഞ്ഞത്. ഒന്ന് മാടായിക്കാവിൻ്റെയും മറ്റൊന്ന് ആരും ഇതുവരെ കേൾക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു സ്ട്രേഞ്ച് സ്റ്റോറിയും. ഈ വീഡിയോയിൽ ഞാൻ അതുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. പറഞ്ഞു കേട്ട് അറിവ് പോലും ഇല്ലാത്ത ഒന്നാണ് മാടായിക്കാവിൽ തെയ്യം ഉണ്ട് എന്നത്. എന്നാൽ അതൊന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇറങ്ങിയത്. ചോദിച്ചു വന്നപ്പോൾ അമ്മയ്ക്ക് പോലും അറിയില്ല എല്ലാ വർഷവും മാടായിക്കാവിൽ തെയ്യം ഉണ്ട് എന്നത്. കുപ്പം വഴി അതിമനോഹരമായ ഏഴോം വഴിയാണ് നമുക്ക് മാടായിക്കാവിലേക്ക് എത്തേണ്ടത്. ഏഴോത്ത് കൈപ്പാട് കൃഷി വളരെ ഫേമസ് ആണ്. മഴയത്ത് വെള്ളം കയറിയാൽ പോലും അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് വിത്തിനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അങ്ങനെ മനോഹരമായ ഏഴോം കാഴ്ചകളൊക്കെ കണ്ട് ഏതാണ്ട് 5 മണിയോട് കൂടിയാണ് മാടായിക്കാവ് പരിസരത്തെത്തിയത്. ആൾക്കാരും വണ്ടികളും ഇതുവരെ കണ്ടില്ലാത്ത തിരക്കാണ് കേട്ടോ. എന്നാലും ഈ വെള്ളക്കെട്ടും പ്രകൃതി ഭംഗിയും കണ്ടിട്ട് കാവിലേക്ക് പോകാമെന്ന് വെച്ചു. പ്രശസ്തമായ മാടായിക്കാവ് പൂരംകുടി ഇവിടുന്ന് ഒരു 100 മീറ്റർ മാത്രം അകലെയാണ്. ഇതുവരെ അത് കാണാൻ പറ്റിയില്ല കേട്ടോ. അടുത്ത തവണയെങ്കിലും അതിനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് കരുതാം. മാടായിക്കാവിന് അടുത്തെത്തുമ്പോഴേക്കും തിരക്ക് കൂടിക്കൂടി വന്നു. എന്നാലും ഇത്രയും കാലമായിട്ടും മാടായിക്കാവ് തെയ്യം ഉണ്ടാകാറുണ്ടല്ലോ എന്നത് അറിഞ്ഞില്ലല്ലോ എന്നാണ് മനസ്സിൽ ഓർത്തുപോയത്. ഇവിടുത്തെ ആലും അമ്പലത്തിലേക്കുള്ള എൻട്രിയും ഒരു പ്രത്യേക ഫീല് തരുന്ന ഒന്നാണ്. തിരക്ക് കാരണം ആൽത്തറയിലൊന്നും ഇരുന്നില്ല. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആൽത്തറയിൽ കുറച്ച് ടൈം ഇരിക്കണം, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണം എന്ന് മനസ്സിൽ ഓർത്തിട്ടാണ് വന്നത്. പക്ഷേ ഇത്രയും തിരക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പുറത്തിങ്ങനെയാണെങ്കിൽ അകത്ത് എന്തായിരിക്കും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രതീക്ഷ തെറ്റിയില്ല. ഇതുവരെ കാണാത്ത തിരക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അമ്പലത്തെപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. പറ്റുന്ന പോലെ യൂട്യൂബ്, ഗൂഗിൾ ഒക്കെ റെഫർ ചെയ്താണ് വന്നത്. കണ്ണൂരിലുള്ള മിക്ക കാവുകളുടെയും ആരുടമാണ് മാടായിക്കാവ്. ഉഗ്രമൂർത്തിയായ ദേവി കുടികൊള്ളുന്ന സ്ഥലം. എല്ലാ തിന്മകളെയും ഇല്ലാതാക്കുന്ന ശക്തി സ്വരൂപിണിയാണ് മാടായിക്കാവിലമ്മ. ഇടവ സംക്രമം മുതൽ വടക്കേ നടയിൽ ആരംഭിച്ച വിവിധ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷമാണ് കലശ മഹോത്സവത്തിൻ്റെയും പെരുങ്കളിയാട്ടത്തിൻ്റെയും ആരംഭം. അമ്പലത്തിൽ നിന്നും കുറച്ച് മാറി കാടിനടുത്തായിട്ടാണ് കേട്ടോ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് നടത്തുന്നത്. മാടായിക്കാവ് അമ്പലത്തിൽ ദർശനം നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തേക്കൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. സമയം കഴിയുന്തോറും ആൾക്കാരുടെ തിരക്ക് കൂടിക്കൂടി വന്നു. കുറച്ച് നേരത്തെ എത്താൻ പറ്റിയതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഈ ഒരു സ്ഥലത്തെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റിയട്ടോ. അത്രയ്ക്ക് ജനത്തിരക്കായിരുന്നു. അല്ലെങ്കിലും ഐതിഹ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം അമ്പലങ്ങൾ സന്ദർശിക്കാൻ. അതിനൊരു പ്രത്യേക ഫീലാണ്. കേട്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബില്ലേ, അത് വേണം. കലശത്തട്ട് വരവും മീനമൃത് സമർപ്പിക്കലും കഴിഞ്ഞാണ് മാടായിക്കാവിൽ അമ്മയുടെ തിരുമുടി നിവരുന്നത്. അധികം വൈകാതെ ദീപവും തിരിയും വന്നു. അതൊരു സിഗ്നലാണ് തെയ്യം വൈകാതെ തുടങ്ങുമെന്നതിന്. ഉടനെ തന്നെ 2 ദേശക്കാരുടെ തട്ടുകളും വന്നു. തട്ടുപറിക്കൽ എന്നത് ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണ്. മുഖമെഴുത്തൊക്കെ കഴിഞ്ഞ് തെയ്യങ്ങളുടെ നടയിലേക്കുള്ള വരവാണ് ഇപ്പോൾ ഈ കാണുന്നത്.
मारे मारे हो चल ഒന്ന് മാറോ ഒന്നല്ല വേക്കുന്നല്ല മാടായിക്കാവിൽ അമ്മയുടെ മുടി നിവർന്നതിന് ശേഷമാണ് തട്ടുപറിക്കൽ ചടങ്ങ് അരങ്ങേറുന്നത്. ക്ഷേത്രപാലകൻ, മാഞ്ഞാലമ്മ, വേട്ടുചെകവൻ, ചുഴലി ഭഗവതി, സോമേശ്വരി, കാളരാത്രി എന്നീ ദേവതമാരും ഇവിടെ അരങ്ങേറും. ദൂരെ നിന്നും ആ ഒരു മുടിയുടെ കാഴ്ച ശരിക്കും അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. ഈ ഒരു ചെറിയ ഏരിയയിൽ നിൽക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെയുണ്ട്. വാദ്യമേളങ്ങളുടെ അകമ്പടികളൊന്നും തന്നെ ഇല്ലാതെ ഇത്രയധികം തെയ്യങ്ങൾ അരങ്ങേറുന്നത് ആദ്യമായിട്ടാണ് ദർശിക്കുന്നത്. ഈ പ്രകൃതിയുടെയും ഇത്രയും ജനങ്ങളുടെയും നടുവിൽ അമ്മയുടെ മുടി ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. ആ തിക്കിലും തിരക്കിലൂടെ ആയാലും എല്ലാ ദേവതമാരുടെയും അമ്മയുടെയും മുഖം കാണാനും തിരുമുടി കാണാനും ഒക്കെയുള്ള ഭാഗ്യം കിട്ടി. ജനസാഗരം എന്നതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇന്നതൊക്കെ നേരിൽ കണ്ടു അനുഭവിച്ചു. പുറത്തിറങ്ങിയപ്പോഴാണ് ശരിക്കും മനസ്സിലായത്, ഇനിയും ഒരുപാട് ആൾക്കാർ അകത്ത് കയറി അമ്മയുടെ മുടി കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് എന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങി. ഈ ഒരു ഫ്ലക്സ് വരുന്ന വഴിക്ക് പോലും എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ക്ഷേത്രത്തിൽ വെച്ചാണ് അതാദ്യമായി കാണുന്നത്. കലശത്തട്ട് പറിക്കൽ ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രസാദവും നമുക്കങ്ങനെ കിട്ടി കേട്ടോ. അമ്പലത്തിൽ നിന്നും ഇറങ്ങി തിരിച്ചു ബൈക്ക് പാർക്ക് ചെയ്യുന്നിടത്തേക്ക് നടന്നു. ഏതാണ്ട് ഈ ഭാഗത്തായിരുന്നു ബൈക്ക് പാർക്ക് ചെയ്തത്. അവിടെ നിന്നും നോക്കുമ്പം സൺസെറ്റ് അടുക്കുമ്പോഴുള്ള ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതിനും അപ്പുറമാണ്. ബൈക്കിലായതുകൊണ്ട് ഈ ഒരു തിരക്ക് മറികടന്നു പോകാൻ പെട്ടെന്ന് പറ്റി. അങ്ങനെ മാടായിപ്പാറയിലെ ദൃശ്യങ്ങളൊക്കെ കണ്ട് നേരെ വന്നത് ഈ ഒരു ചായക്കടയിലേക്കാണ്. അവിടുന്ന് വെറൈറ്റി ചായാസൊക്കെ കുടിച്ച് നേരെ നാട്ടിലേക്ക്. വന്ന വഴിയല്ല കേട്ടോ പോയത്, പറപ്പൂൽ കീഴാറ്റൂർ വഴി മടക്കയാത്ര.
കാണുന്ന ഭീകരത പോലെ തന്നെ ഇവിടെ നിന്നാണ് നേരത്തെ പറഞ്ഞ ആ ഒരു സ്ട്രേഞ്ച് സ്റ്റോറി കേൾക്കുന്നത്. ഇതൊരു കൊടും വനമാണ്. ഇതിൻ്റെ ഉള്ളിലായി ഒരു തെയ്യം കെട്ടിയാടുന്നുണ്ട്. ഇതിനടുത്തായി പറപ്പൂൽക്കാവ് എന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ കളിയാട്ട സമയത്ത് കാണുന്ന തെയ്യത്തോറ്റമാണ് ഇവിടെ തെയ്യമായി കെട്ടിയാടുന്നത്. പുറത്തെ പോതി എന്ന തെയ്യമാണ് പുലർച്ചെ 2 മണിയോടുകൂടി ഇവിടെ കെട്ടിയാടുന്നത്. അധികം ആൾക്കൂട്ടമോ അകമ്പടികളോ ഒന്നുമില്ലാതെയാണ് തെയ്യം ഇറങ്ങുന്നത്. തെയ്യത്തിൽ നിന്നും കുറി വാങ്ങിയ ഉടനെ തന്നെ ഭക്തജനങ്ങളെല്ലാവരും അവിടെ നിന്നും മാറിപ്പോകണം. പിന്നീടുള്ള തെയ്യത്തിൻ്റെ പുറപ്പാട് ആരും തന്നെ കാണാൻ പാടില്ല എന്നാണ് ഐതിഹ്യം. മുഖത്തെഴുത്തുപോലും മായ്ക്കാതെയാണ് മുടിയഴിച്ച് കോലധാരി വീട്ടിലേക്ക് പോകുന്നത്. തികച്ചും സ്ട്രെയിഞ്ച് അല്ലേ ഈ ഒരു സ്റ്റോറി? ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ വൈകാതെ നമ്മൾ വീട്ടിലെത്തി. അപ്പോഴും ഈ ഒരു സ്ട്രെയിഞ്ച് സ്റ്റോറി മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു.